ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 8-ാം തീയതിയാണ്. ഈ നല്ല ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായമാണ്. ഈ ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം വളരെ മനോഹരമായിരിക്കുന്ന അധ്യായമാണ്. മോശയുടെ സമാപന പ്രസംഗമെന്ന് പറയാം. 32, 33, 34 അധ്യായങ്ങളൊരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. സമാപന പ്രസംഗമാണ്. ഇസ്രായേൽ മക്കളോട് 4 പ്രസംഗങ്ങൾ ചെയ്തു. അതിലെ 4-ാമത്തെ പ്രസംഗമാണ് ഈ 32, 33, 34 അധ്യായങ്ങളെന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത്, ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കട്ടെ, ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും, ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ മനോഹരമായിരിക്കുന്ന പ്രസ്താവനകളാണ്. ജാതികൾക്ക് അവകാശം നൽകുന്നതിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. അതെ, യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു. ദൈവം ജാതികൾക്ക് അവകാശം നൽകി. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ദൈവം ഇസ്രായേലിനെ മാത്രമേ സ്നേഹിച്ചുള്ള അവകാശം കൊടുത്തു. അങ്ങനെയല്ല, ദൈവം ജാതികൾക്ക് ഈ ഭൂമിയെ വീതിച്ചു കൊടുത്തു. ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ദേശം കിട്ടി. അങ്ങനെ ഓരോ ജാതികൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡം, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം, ഇങ്ങനെ ഓരോ ഭൂഖണ്ഡങ്ങൾ, യൂറോപ്പ് ഒക്കെ ദൈവം ജാതികൾക്ക് വിഭാഗിച്ചു കൊടുത്തു. ഈ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അന്ന് മനുഷ്യനൊന്നും ഉണ്ടായില്ല. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവം 6 ദിവസം കൊണ്ട് ഈ ഭൂമിയുടെ ക്രമീകരണങ്ങൾ മുഴുവനും നടത്തി. ആ ക്രമീകരണം നടത്തിയിട്ട് 6-ാമത്തെ ദിവസമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് പിന്നെ ലോകം പെരുകിയത്. ആ ലോകത്തെ നോഹയുടെ കാലത്തെ പ്രളയത്തിൽ നശിപ്പിച്ച് കളഞ്ഞു. നോഹയുടെ 3 മക്കളിൽ നിന്ന് വീണ്ടും ലോകം പെരുകി. അങ്ങനെ പെരുകി അവരെ ദൈവം ഭാഷ കലക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചപ്പോൾ ദൈവം ഒരു ക്രമീകരണം ചെയ്തു. ഓരോ ജാതിക്കാരും ഓരോ ഭാഷക്കാരും എവിടെയാണ് വസിക്കേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചു. ദൈവം ജാതികൾക്ക് അതിർത്തികളെ വെച്ചു എന്ന് അങ്ങനെയാണ് പറയുന്നത്. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു എന്നാണ്. ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. ദൈവം വെച്ചതായിരിക്കുന്ന അതിർത്തികൾ പലപ്പോഴും മനുഷ്യൻ മാനിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ദൈവം മനുഷ്യൻ്റെ ആത്മീയ ഭാഗതയെ മാത്രമല്ല, അവൻ്റെ രാഷ്ട്രീയവും ഭൗതികവുമായ ഭാഗതയും ദൈവം തന്നെയാണ് നിശ്ചയിക്കുന്നത്. ആദഹവുമാരുന്ന ലോകത്തുള്ള സകല ജാതികളെയും സൃഷ്ടി ചെയ്തവൻ അവർക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ എവിടെ വസിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ദൈവം തന്നെയാണ് നിശ്ചയിച്ചത്. ദൈവജനമായ ഇസ്രായേൽ കനാൻ ദേശം സ്വന്തമായി നൽകിയ ദൈവം വിജാതീയ വർഗങ്ങൾക്കും ദേശങ്ങളെ നൽകി. ബൈബിളിൽ തന്നെ അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്രകാരം നൽകിയതിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് അതിരുകൾ എന്നും എതിരായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ട്, യൂറോപ്പ്, അമേരിക്ക, ഈ രാജ്യങ്ങളൊക്കെ പൊതുവെ ക്രിസ്തീയ രാജ്യങ്ങളാണ്. അത് അവരുടെ വിഭജനം ജാതികൾക്ക് അത് നൽകിയപ്പോൾ സുവിശേഷം അവിടെ വളരുവാൻ തക്കതായിരിക്കുന്ന അവസരവും അതിനുള്ളതായിരിക്കുന്ന വളക്കൂറും അവന് നൽകിയെന്ന് ഞാൻ പറയട്ടെ. അമേരിക്കയുടെ മണ്ണിൽ സുവിശേഷം വളർന്നതുപോലെ വേറൊരു മണ്ണിലും വളർന്നിട്ടില്ല. യൂറോപ്പിൻ്റെ മണ്ണിൽ ക്രിസ്തീയ മതം വളർന്നതുപോലെ വേറൊരു മണ്ണിലും വളർന്നിട്ടില്ല. ഇന്ത്യയുടെ മണ്ണിൽ ഹിന്ദുയിസം വളർന്നതുപോലെ വേറൊരു മണ്ണിലും ഹിന്ദുമതം വളർന്നിട്ടില്ല. അങ്ങനെ ഓരോ മതങ്ങൾക്കും ദൈവം അങ്ങനെ ആളുകൾക്ക് കാലങ്ങളും പ്രമാണങ്ങളും ഒക്കെ നൽകി. ദൈവം എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ നശിച്ചു പോകരുത്. ഈ ഭാഷ കലക്കിയതിൻ്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ ഒന്നു തന്നെ ഏതാണ്? ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരേ അബദ്ധം വിശ്വസിക്കരുത്. സത്യം വിശ്വസിക്കുന്ന ഒരു ജനം എന്നും ഉണ്ടായിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ കാണുന്ന വർഗീയ കലാപങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ദൈവം വെച്ച അതിർത്തികളെ മനുഷ്യൻ മാനിച്ചില്ല എന്നതല്ലേ? ആഫ്രിക്കയിൽ കറുത്തവർഗ്ഗക്കാർക്ക് ദൈവം നൽകിയൊരു ഭൂഖണ്ഡമാണ്. എന്നാൽ അവരെ അവിടെ നിന്നും ബലമായി പിടിച്ച് യൂറോപ്പിലും അമേരിക്കയിലും അടിമകളാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്താ? വെള്ളക്കാരും കറുത്തവരും അതല്ലേ അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിൽ വസിച്ചതായിരിക്കുന്ന
ആളുകളെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ശ്രീലങ്കയിലെ പഴയ സിലോണിലെ തോട്ടങ്ങളിൽ അടിമകളാക്കി കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ശ്രീലങ്കയുടെ പ്രശ്നമെന്ന് പറയുന്നത്? സിൻഹാളികളും തമിഴന്മാരും തമ്മിലുള്ള പ്രശ്നമല്ലേ? അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? സിൻഹാളികൾക്ക് വാഴുവാനായിട്ട് ശ്രീലങ്ക കൊടുത്തു. പക്ഷേ ഇവിടുന്ന് ആളുകളെ കൊണ്ട് അവിടെ പാർപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. എല്ലായിടത്തും അങ്ങനെയല്ലേ? ഏത് രാജ്യങ്ങൾ നോക്കിയാലും പ്രശ്നം അങ്ങനെയാണ്. വംശീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവം വെച്ച അതിർത്തികളെ മനുഷ്യൻ മാനിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യൻ ഈ അതിർത്തികളെ മാനിച്ചെങ്കിൽ നന്നായിരുന്നു. ഈ അതിർത്തികൾ രാഷ്ട്രീയ അതിർത്തികൾ മാത്രമല്ല, ഭാഷാപരമായ അതിർത്തികൾ മാത്രമല്ല, ദൈവം വെച്ച അതിരുകൾക്ക് ധാരാളം പരിമിതികളുണ്ട്, ധാരാളം ഭവിഷ്യത്തുകളുണ്ട്. അതൊന്നും നമുക്ക് ലംഘിക്കാനായിട്ട് സാധിക്കുകയില്ല. സാംസ്കാരിക അതിർത്തികളുണ്ട്, സാമൂഹിക അതിർത്തികളുണ്ട്. അതൊന്നും ലംഘിക്കാനായിട്ട് പാടില്ല. വലിയ ഭവിഷ്യത്തുകൾക്കെതിരെയാകും. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ദ്രാവിഡ സംസ്കാരവും ആര്യ സംസ്കാരവും ഉണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും തമ്മിൽ യോജിക്കുമോ? യോജിക്കുകയില്ല. യോജിപ്പിക്കാനൊക്കെ പല മാർഗങ്ങൾ നോക്കും, യോജിക്കുകയില്ല. ആ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ അവിടെ തന്നെയുണ്ട്. ഇസ്ലാമിക സംസ്കാരമുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വന്നു, ഇസ്ലാമിക സംസ്കാരം കൊണ്ടുവന്നു, ഹിന്ദു സംസ്കാരമുണ്ട്. യോജിക്കുമോ? യോജിക്കുകയില്ല. അപ്പോൾ ദൈവം വെച്ചതായിരിക്കുന്ന അതിർത്തികളെ നാം മാനിക്കണം. ആ മാനിക്കുന്നത് ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കാരണമാണ്. ഇസ്രയേൽ ദൈവം കൊടുത്തതായിരിക്കുന്ന രാജ്യമാണ് പാലസ്തീൻ എന്നുള്ളത്. ഇന്നിപ്പോൾ അവിടെ വഴക്ക് പാലസ്തീൻ വെട്ടിമുറിക്കുന്നതിനെ സംബന്ധിച്ചല്ലേ? പാലസ്തീൻ ആരുടെ എന്നുള്ള ചോദ്യമല്ല ഉയരുന്നത്. ബൈബിൾ അതിന് ഉത്തരം തരുന്നുണ്ട്. പാലസ്തീൻ ആരുടെയാണ്? യഹൂദന്മാർക്ക് ദൈവം കൊടുത്തതാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അവരവിടെ താമസകാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ദാവീദിൻ്റെയും ശലോമോൻ്റെയും ഒക്കെ ഭരണത്തിന് കീഴിൽ അവർ താമസിച്ച പ്രശ്നം ഉണ്ടായിരുന്നുണ്ടോ? ഇല്ല. പിന്നെ ബാബിലോണിൽ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയി, അസിറിയക്കാർ വന്ന് കൊണ്ടുപോയി അവിടെ വേറെ ആളുകളെ കൊണ്ട് പാർപ്പിച്ചു. അപ്പോഴല്ലേ പ്രശ്നം തുടങ്ങിയത്? അപ്പോഴാണ് പ്രശ്നം. അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ രാജ്യങ്ങൾ വേറെ ആളുകൾ കയറി പാർക്കാനായിട്ട് തുടങ്ങി. AD 70 തീത്തോസ് ചക്രവർത്തി അതെല്ലാം പിടിച്ചെടുത്തു. യഹൂദന്മാരെ അവിടെ നിന്ന് പാലായനം ചെയ്യിച്ചു. 2 യഹൂദന്മാർ ഒരുമിച്ച് പാർക്കാനുള്ളതായിരിക്കുന്ന സംവിധാനം ഇല്ലാതെയാക്കി. എന്നിട്ട് പിന്നെ 1948 ആയപ്പോൾ യഹൂദന്മാർക്ക് ഒരു രാജ്യം കൊടുത്തു. അവർ തിരിച്ചു വന്നപ്പോൾ എന്താണ്? കലാപം. ദൈവം വെച്ചതായിരിക്കുന്ന അതിർത്തികളെ നാം മാനിക്കാതിരുന്നാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. ധാർമ്മികമായ അതിർത്തികളും ആത്മീയമായ അതിർത്തികളും സാമ്പത്തികമായ അതിർത്തികളും ഒക്കെ ദൈവം വെച്ചിട്ടുണ്ട്. ആ അതിർത്തികളെ മാനിച്ച് നമ്മൾ ജീവിക്കണം. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തു എന്നാണ്. മനുഷ്യപുത്രന്മാരെ വേർതിരിച്ചു, ഓരോരുത്തരെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞയക്കപ്പെട്ടവർ അതാത് സ്ഥലത്ത് തന്നെ ജീവിച്ച വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ലോകത്ത് പ്രശ്നമുണ്ടാകും. ഇന്നിപ്പോൾ ഒരുപാട് ദേശങ്ങളിൽ നിന്ന് ആളുകൾ അമേരിക്കയിൽ കുടിയേറി. ഇപ്പം തന്നെ അതിൻ്റെ അനക്കങ്ങൾ അവിടെയുണ്ട്. ഇപ്പം തന്നെയുണ്ട്. ഇന്ന ജാതിക്കാർ ഗോ ബാക്ക് എന്നുള്ളതായിരിക്കുന്ന ഗോ ബാക്ക് വിളികളൊക്കെ അവിടെയും കാനഡയിലും ഒക്കെ കേൾക്കാം. ഓസ്ട്രേലിയയിൽ കേട്ടു തുടങ്ങി. ദൈവത്തിൻ്റെ അതിർത്തികൾ ലംഘിച്ച് ഒരു ജനത്തിനും അത് സന്തോഷമായി ജീവിക്കാനായിട്ട് സാധ്യമല്ല. അത് ദൈവം വെച്ചതാണ്. ധാർമ്മിക അതിർത്തികൾ, ആത്മീയ അതിർത്തികൾ, സാമ്പത്തിക അതിർത്തികൾ, അതുപോലെ രാഷ്ട്രീയ അതിർത്തികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ മഹോന്നതൻ ജാതികൾക്ക് അതിർത്തികൾ വെച്ചിട്ടുണ്ട്, രാജ്യങ്ങൾ വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ അവരെ സുഖമായി വസിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം വെച്ചിട്ടുള്ള അതിർത്തികൾ നമുക്കുമുണ്ട്. നമുക്ക് ധാർമ്മിക അതിർത്തികളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്. നമുക്ക് സാമൂഹ്യ അതിർത്തികളുണ്ട്. നമുക്ക് ആരുമായിട്ട് മിക്സ് ചെയ്യുക, ആരുമായിട്ട് വിവാഹം കഴിക്കാം, ആരുമായിട്ട് വിവാഹം കഴിക്കരുത്, അതിർത്തികൾ വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പത്തിക അതിർത്തികൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തുമാത്രം സ്വത്ത് സ്വരൂപിക്കുക, എന്തുമാത്രം സ്വത്ത് ഉപയോഗിക്കണം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അതിർത്തികളൊക്കെ നാം മാനിക്കണം. മാനിച്ചാൽ നമ്മുടെ ജീവൻ വളരെ അനുഗ്രഹകരമാകും. ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് തോന്നിയാസം ജീവിക്കുക. ധാർമ്മിക അതിർത്തികളുമില്ല, ആത്മീയ അതിർത്തികളുമില്ല, ഒരതിർത്തിയില്ലാതെ അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം വെച്ചതായിരിക്കുന്ന അതിർത്തികളെ മാനിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മാനിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അതിർത്തികളെ മാനിച്ചുകൊണ്ട്, ധാർമ്മികവും ആത്മീകവും രാഷ്ട്രീയവും ഭൗതികവുമായിരിക്കുന്ന അതിർത്തികളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജനമായിട്ട് നമുക്ക് തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.